കൂത്തുപറമ്പ് സംസ്കൃതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സജീന്ദ്രൻ മുക്കായിയുടെ മാറോളി ഘട്ട് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ വിനോയ് തോമസ് പ്രകാശനം നിർവഹിച്ചു. ചിത്രകാരനും ശില്പിയുമായ KKR വെങ്ങര പുസ്തകം ഏറ്റുവാങ്ങി. കൂത്തുപറമ്പ് സംസ്കൃതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് സജീന്ദ്രൻ മുക്കായിയുടെ മാറോളി ഘട്ട് എന്ന പുസ്തകം പ്രകാശനം ചെയ്തത്. എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ വിനോയ് തോമസ് പ്രകാശനം നിർവഹിച്ചു. ചിത്രകാരനും ശില്പിയുമായ KKR വെങ്ങര പുസ്തകം ഏറ്റുവാങ്ങി. പരിപാടി കലാമണ്ഡലം മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് മാറോളി ഘട്ട് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഒരു ചരിത്ര പുസ്തകം എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ ഇടയിൽ ഒരുപാട് ചരിത്ര പുസ്തകങ്ങളൊക്കെയും ഇറങ്ങിയിട്ടുണ്ട്. ചരിത്ര രേഖകളൊക്കെയും അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വേദിയിൽ വലിയ ചരിത്രകാരനായ ബാലകൃഷ്ണനുണ്ട്. അപ്രതീക്ഷിതമായി അവിചാരിതമായിട്ട് ഇവിടെ എത്തിച്ചേർന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇന്നത്തെ ഏറ്റവും വിശേഷപ്പെട്ട അതിഥികളിൽ ഒരാളായിട്ട് ബാലകൃഷ്ണേട്ടനെ തന്നെ ഞാനും കരുതുകയാണ്. മറ്റൊരു ചരിത്രകാരനാണ് കൈക്കോട്ടക്കരിയുടെ ഇതിഹാസ നായകനായിട്ടുള്ള വിനോയ് തോമസ്. അപ്പൊ അങ്ങനെയൊക്കെ കരുതുമ്പോൾ ഒരുപാട് ചരിത്ര ലേഖകരുടെ എഴുത്തുകാരുടെ ഇടയിൽ വെച്ചാണ് ഇത് പ്രകാശനം ചെയ്യപ്പെടുന്നത് എന്നുള്ളതും ഇതിന്റെ പ്രാധാന്യവും പ്രാമുഖ്യവും വർദ്ധിപ്പിക്കുകയാണ്. മാറോളി ഘട്ട് എന്ന പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്നെ ക്ഷണിച്ച് അതിന്റെ ഒരു പതിപ്പ് എനിക്ക് എൻ്റെ കൈവശം എത്തപ്പെടുകയുണ്ടായി. വളരെ താല്പര്യപൂർവ്വം വലിയൊരു വായനക്കാരനൊന്നും അല്ലാത്ത ഞാൻ ഒറ്റ ഇരുപ്പിന് വായിച്ചു എന്നുള്ളതും ആ സന്തോഷം മാഷുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യപ്പെടുകയുണ്ടായി. കാരണം ഇത് എന്റെ കൂടി ചരിത്രമാക്കി മാറ്റപ്പെടുന്ന ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിത്തീരുകയാണ്. മാറോളി ഘട്ടിൽ നടന്ന പരിപാടിയിൽ B. ദിലീപ് കുമാർ അധ്യക്ഷനായി. എഴുത്തുകാരൻ Dr. TK അതുൽകുമാർ പുസ്തകം പരിചയപ്പെടുത്തി. KM ശിവകൃഷ്ണൻ, KV മഞ്ജുള, P. കുമാരൻ, അസീസ് നല്ലവീട്ടിൽ, PM സജിത് കുമാർ, PK റീന, സജീന്ദ്രൻ മുക്കായി, P. വിജയൻ, സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മലയാള കലാനിലയം വിദ്യാർത്ഥികളുടെ കലാവിരുന്നും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.